നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തീവ്രമായ കാലാവസ്ഥാ മാറ്റത്തിന്റെ പിടിയിലാണ് ഓസ്ട്രേലിയ. വരൾച്ചയും പേമാരിയും കാട്ടുതീയും ഒന്നിനു പിറകെ ഒന്നായി ഓസ്ട്രേലിയൻ നാശം വയ്ക്കുകയാണ്. വനത്തിലെവിടെയോ നാമ്പിട്ട തീ ഓസ്ട്രേലിയയുടെ ജീവിതത്തിനുമീതെ കറുത്ത പുക പരത്തുകയാണ്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഓസ്ട്രേലിയയിലെ പ്രധാന നഗരങ്ങളായ സൗത്ത് വെയിൽസിലും ക്വീൻസ്ലാൻഡിലും കാട്ടുതീ പടരുന്നുവെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർത്തയിലേക്ക്. ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീയാണ് ഇപ്പോൾ അവിടെയുള്ളത്. നാശനഷ്ടം വിധിച്ച പ്രദേശങ്ങളിൽ ആശങ്കയോടെ കഴിയുന്നവരിൽ നിരവധി മലയാളി കുടുംബങ്ങളുമുണ്ട്. ഈ ദിവസങ്ങൾ ജീവന അപകടമുണ്ടാകാതെ സുരക്ഷിതമായി കടന്നുപോകാൻ എല്ലാവിധ കരുതലും എടുക്കുകയാണ് ഇവർ. കാറ്റസ്ട്രോഫിക് അഥവാ ദുരന്ത സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയ കാട്ടുതീയാണ് ന്യൂ സൗത്ത് വെയിൽസിൽ ഉണ്ടായത്. അടുത്ത ആഴ്ച വരെ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലെ കെംസിക് സമീപത്ത് നിന്ന് വ്യാഴാഴ്ച ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. നിരവധി മലയാളി കുടുംബങ്ങൾ കെംസിൽ താമസിക്കുന്നുണ്ട്. ഇത്രയും ഭയാനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇതാദ്യമായാണെന്ന് ഇവർ പറയുന്നുമുണ്ട്. സമീപത്ത് ഒരു മരണമുണ്ടായതോടെ അവിടെയുള്ളവരെല്ലാം തന്നെ കൂടുതൽ ആശങ്കയിലായെന്നാണ് താമസക്കാരായ മലയാളികൾ പറയുന്നത്. സ്ഥിതിഗതികൾ എത്രയും പെട്ടെന്ന് സാധാരണഗതിയിലാകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇനിയും മുന്നറിയിപ്പ് തുടരുന്നതിനാൽ ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത പുക ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. തീയണയ്ക്കാൻ സാധിക്കാതെ വന്നാൽ സൈന്യത്തിന്റെ സഹായം തേടുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞു. ശക്തമായ കാറ്റ് തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. കൂടാതെ ചൂടുകാറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നന്ദി തടസ്സമാവുന്നുണ്ട്. കാട്ടുതീ പടരാൻ തുടങ്ങിയതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ ആവശ്യ സാധനങ്ങൾ പലതും കിട്ടാനില്ലാത്ത ദുരവസ്ഥയിലാണിപ്പോൾ. പലരും എപ്പോൾ വേണമെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുവാൻ എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. അഗ്നി കീഴടക്കിയാൽ അതിനോട് പൊരുതി തോൽപ്പിക്കാതെ പിൻവാങ്ങുക മാത്രമേ നിവർത്തിയുള്ളൂ. അത്ര ഭയാനകമാണ് കാട്ടുതീ. മനുഷ്യൻ ഇന്നുവരെ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രവും കയ്യിലിരിക്കുന്ന ലോകത്തെ വികസിത രാജ്യമായ ഓസ്ട്രേലിയ എന്നും കാട്ടുതീയെ കണ്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാട്ടുതീ ഏറ്റവും കൂടുതൽ ബാധിച്ച മറ്റൊരു പ്രദേശമാണ് പോർട്ട് മാക്വറി. 30ഓളം മലയാളി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കാട്ടുതീയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് പല വീടുകളിലേക്ക് മാറി താമസിക്കുകയായിരുന്നു ഇവിടുത്തെ മലയാളികൾ. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും മലയാളി കുടുംബങ്ങൾ വിവരം കൈമാറി സുരക്ഷിതമായ ഭാഗത്തുള്ള വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏതാണ്ട് 3 ഇരട്ടിയോളമുള്ള ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടാണ് അടിക്കടി കാട്ടുതീ ഉണ്ടാകുന്നത് എന്നതിന് ഇതുവരെ കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. വരണ്ട കാടുകൾ, ജലകണികകൾ ഒട്ടുമില്ലാത്ത യൂക്കാലി വിഭാഗത്തിൽപ്പെട്ട മരങ്ങൾ എന്നിവയാകാം ഒരുപക്ഷെ കാട്ടുതീ ഉണ്ടാകാൻ കാരണം. ആകെ 2 മാസമേ ചൂടുള്ള കാലാവസ്ഥയുള്ളൂവെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം ഒട്ടും തന്നെയില്ല. ലക്ഷക്കണക്കിന് ഹെക്ടർ മണൽ കാടുകൾ നിറഞ്ഞ സ്ഥലത്ത് നൂറുകണക്കിന് വർഷങ്ങളായി കുറ്റിക്കാടുകൾ മാത്രമാണ് വളരുന്നത്. വലിയ വൃക്ഷങ്ങൾ ഇവിടെ വളരാറില്ല. മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കടലിറങ്ങിപ്പോയ സ്ഥലമാണിതെന്നും കടലിന്റെ അടിത്തട്ട് ഭൂമിയായി മാറിയെന്നുമാണ് ശാസ്ത്രീയമായ ചരിത്രം വിലയിരുത്തുന്നത്. അടിക്കടി ഉണ്ടാവുന്ന കാട്ടുതീ മൂലം ഓസ്ട്രേലിയയിൽ വന്യമൃഗങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ആകെയുള്ളത് കങ്കാരുവും കുറേ പെറു മൃഗങ്ങളും മാത്രമാണ്. മഹാഭൂരിപക്ഷം വനത്തിലും ഒരു ഉറുമ്പ് തരി പോലുമില്ല. അതേസമയം അടിക്കടിയുള്ള തീയിടലിൽ അവിടെയുള്ള പരുന്തുകൾക്ക് പങ്കുണ്ട് എന്നതും രസകരമായ ഒരു കഥയാണ്. ഓസ്ട്രേലിയൻ സവാനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ചെറുജീവികളെ പുറത്തു ചാടിച്ച് വേട്ടയാടാൻ ഫയർ ഹോങ് എന്നറിയപ്പെടുന്ന തീ കഴുകന് ഇത്തരം പ്രത്യേകതകളുണ്ട്. പിന്നെ ചൂള കഴുകൻ, ചെമ്പൻ പരുന്ത് എന്നിവയും തീ ഉപയോഗിക്കാറുണ്ട്. കൊക്കിൽ ചെറിയ തീക്കൊള്ളികളും കടിച്ചു പിടിച്ചുകൊണ്ട് ഇവ പുൽമേടുകളിൽ തീയിടാറുണ്ട്. കൂട്ടമായി വേട്ടയാടാൻ ഇറങ്ങുന്ന ഇവ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ തീ വ്യാപിപ്പിക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ തദ്ദേശീയർ മുൻപ് തന്നെ ഈ പക്ഷികളുടെ തന്ത്രം കണ്ടിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ഒരു പഠനം ഇപ്പോഴാണ് വരുന്നത്. എന്തായാലും ഇപ്പോഴും ഓസ്ട്രേലിയയിൽ കാട്ടുതീ പടരുകയാണ്. ജനങ്ങളുടെ ആശങ്കയും
അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ജനങ്ങളുടെ ജീവിതം സാധാരണഗതിയിലാവാൻ നമുക്കും പ്രാർത്ഥിക്കാം. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.